ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുള്ള ടെൻഷനിലാണ് ദേവി. അപ്പോൾ ദേവിയുടെ അവസ്ഥ കാണുമ്പോൾ ആനന്ദിനും പാവം തോന്നും കേട്ടോ. അപ്പോൾ ആനന്ദ് പറയും, എടോ താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, BP കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. ഞാൻ എങ്ങനെ സമാധാനപ്പെടും ആനന്ദേട്ടാ? സുകന്യ ചേച്ചി എല്ലാ സത്യങ്ങളും അറിഞ്ഞെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ അച്ഛൻ ഫോൺ എടുത്തേനെ. ഇതിപ്പം അവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയാതെ എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. ഇന്ന് സുകന്യ ചേച്ചി ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയും. അതോടുകൂടി എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ദേവി കരയാൻ തുടങ്ങും. താൻ ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും. ആ ഉറപ്പേ എനിക്കിപ്പോൾ തരാൻ പറ്റുള്ളൂ എന്ന് ആനന്ദ് ദേവിയോട് പറയണം കേട്ടോ. താനും തൻ്റെ കുടുംബത്തിലുള്ളവരും ഒരുപാട് നുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബത്തോട്. അതൊക്കെ ഇന്ന് തിരിച്ചറിയാനാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്ത് സംഭവിച്ചാലും താൻ ടെൻഷൻ കൂട്ടരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. തൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആനന്ദ് ദേവിക്ക് ഉറപ്പ് നൽകുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ സുകന്യാണെങ്കിൽ ദേവിയുടെ വീടൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പോയ സുകന്യനെ ഒരു വിധത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ശ്രീകല അകത്തിരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ ഉദയഭാനു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാഗൊക്കെ ആയിട്ട് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായി എന്നുള്ള കള്ളം പറയാനായിട്ട് വീട്ടിലേക്ക് ഫ്രണ്ടിൽ കൂടി കയറി വരികയാണ് കേട്ടോ. അപ്പോൾ കോളുംബെല്ല് അടിക്കുമ്പോഴത്തേക്ക് ശ്രീകല പറയും, ആരാണോ ഈ സമയത്ത് ഒരു വിളി? ഓ അതാൻറ്റി, ചിലപ്പോൾ സെർവൻസ് പുറത്തു പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? മാർക്കറ്റിൽ അവർ സാധനം മേടിച്ചുകൊണ്ട് വന്നതായിരിക്കും എന്ന് സുകന്യ പറയും. ഓ ശരിയാ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി മോളെ, അവരായിരിക്കും. എന്തായാലും ഞാൻ പോയി വാതിൽ തുറന്നു കൊടുക്കട്ടെ. ദേ ആൻറ്റി, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവരെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിടരുത്. ആൻറ്റിക്ക് അവരുടെ മേൽ എപ്പോഴും ഒരു നിയന്ത്രണം വേണം. അതൊക്കെ എനിക്ക് അറിയാം മോളെ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് സ്ത്രീകൾ പോയി വാതിൽ തുറക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ത്രീകൾ പോയി വാതിൽ തുറക്കുക. അയ്യോ ഉദയേട്ടൻ എന്താ ഇങ്ങ് പോകുന്നത്? അല്ല മലേഷ്യക്ക് പോവാന്നും പറഞ്ഞിട്ട് ഫ്ലൈറ്റ് കിട്ടിയില്ലേ എന്ന് സ്ത്രീകളെ ചോദിക്കും. അപ്പോൾ സുകന്യ അടുത്തേക്ക് ചെല്ലുവാണേ. അയ്യോ ഉദയഭാനു സാറ് ഏതോ ഫോറിൻ രാജ്യത്ത് പോയേക്കുവാന്ന് പറഞ്ഞിട്ട് ഇതെന്തു പറ്റി എന്ന് സുകന്യയും ചോദിക്കാം. അത് തന്നെയാ മോളെ ഞാനും ചോദിക്കുന്നതോ. ഓ എന്തു പറയാനാ സ്ത്രീകളെ, ഫ്ലൈറ്റ് മിസ്സായി, അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. 2 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പം അവിടേക്ക് പോകാം എന്നും പറഞ്ഞ് നിൽക്കാം. അല്ല ആരിത്, സുകന്യമോളോ? സുകന്യമോൾ എന്താ ഇവിടെ എന്ന് അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഉദയഭാനു ചോദിക്കാം. അത് പിന്നെ അങ്കിളെ, എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരുടെ കല്യാണം ഇവിടെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോഴാ ദേവിയുടെ വീട് ഇവിടെ അടുത്താണെന്ന് ഞാൻ അറിഞ്ഞേ. എങ്കിൽ പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അതാ ഞാനിങ്ങ് വന്നത്. പിന്നെ അങ്കിളിനെ ഒന്ന് കാണേണ്ടതും കാര്യവും എനിക്കുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്കിളിൻ്റെ ഫ്ലൈറ്റ് ഒന്ന് മിസ്സായത്. ഞാനിവിടെ വന്നിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോകേണ്ടി വരുമെന്നാണ് കരുതിയത്. അയ്യോ അതെന്താ മോളെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്ത് കാര്യമാണ് മോക്ക് വേണ്ടത്? ഞാനത് ആൻറ്റിയോട് പറഞ്ഞതേ ഉള്ളൂ എന്നപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സ്ത്രീകൾ പറയും, ആദ്യം ഉദയേട്ട അകത്തേക്ക് കയറി വാ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. സുകന്യമോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. അതെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി നിൽക്കുക. അല്ല മോൾ എന്താ പറയാൻ തുടങ്ങിയത്? അപ്പോൾ പെട്ടെന്ന് സ്ത്രീകൾ പറയും, മോക്ക് ഉദയേട്ടൻ്റെ എന്തോ സഹായം വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതിനെപ്പറ്റിയല്ലേ സുകന്യമോൾ സംസാരിക്കാൻ വന്നത്? അതെ ആൻറ്റി, എന്തായാലും ഉദയഭാനു സാറിൻ്റെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്ത് സഹായം ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് അപ്പോൾ ഉദയഭാനു പറയാം. എന്തായാലും എനിക്ക് വീടും ഇവിടെയുള്ള എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. ദേവി ഇത്രയും വലിയ സൗകര്യത്തെ വളർന്നൊരു പെൺകുട്ടിയാണെന്നൊന്നും കണ്ടാൽ പറയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഉദയഭാനു പറയും, അത് പിന്നെ എൻ്റെ 2 മക്കളെ ഞാൻ അത്ര ലളിതമായ ജീവിതം നയിക്കണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവർക്കും അതാ ഇഷ്ടം. ദേവിയെ കണ്ടാൽ പറയോ ഇത്രയും വലിയ കോടീശ്വരൻ്റെ മകളാണെന്ന്? ഇല്ലല്ലോ എന്ന് ഉദയഭാനു ചോദിക്കും. അതെ അവൾക്ക് അവിടുത്തെ ഒരു പോരായ്മയും കണ്ണി പിടിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു AC ഉണ്ടോ? ഒരു കോഴിക്കോടിന് വലിപ്പമുള്ളൊരു വീട്, അവിടെ ദേവി ഇത്രയും സൗകര്യത്തിൽ നിന്ന് വന്ന് താമസിക്കുന്നത്. അവളെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. അപ്പം സ്ത്രീകൾ പറയും, അതെന്താ മോളെ അങ്ങനെ സംസാരിച്ചത്? ദേവിക്ക് അവിടെ സ്വന്തം വീട് പോലെയാണെന്ന് അവള് പറയുന്നത്. എന്തോന്ന് സ്വന്തം വീട്? അവിടെ എന്ത് സൗകര്യമുള്ളത്? ഒരു AC ഉണ്ടോ? എന്തെങ്കിലും സൗകര്യമുണ്ടോ? അതൊന്നും പോരാഞ്ഞിട്ട് ആ മീനും ഇത്രയായിട്ടാ അവളുടെ കൂട്ടുപോലും. എനിക്കാണെങ്കിൽ അവളെ അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റണമെന്നുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള ലോക്കൽസുമായിട്ട് കൂടുതൽ ഇടപഴകുന്നൊന്നും ഇഷ്ടം പോലും അല്ല. പക്ഷെ ദേവിക്ക് അവരോടാ താല്പര്യം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശ്രീകലയും ഉദയഭാനും പരസ്പരം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനു പറയും, അതെന്താ സുകന്യ മോൾ അങ്ങനെ സംസാരിക്കുന്നേ? ദേവമംഗലത്തുള്ള എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണെന്നാണല്ലോ ദേവി പറയാറ്. അതുമല്ല ബാലനെയും ഗോമതിനെയൊക്കെ എനിക്കും നല്ല പരിചയമുള്ളതല്ലേ, അവരൊക്കെ എത്ര നല്ല ആൾക്കാരാ എന്ന് പറയും. ബാലേട്ടനും ഗോമതി ചേച്ചിയൊക്കെ നല്ല ആൾക്കാരൊക്കെ തന്നെയാ. പക്ഷേ ഉണ്ടല്ലോ, ദേവിനെ അവരെല്ലാവരും കൂടി ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി
മാറ്റി വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവരോടൊക്കെ ദേവി ഇങ്ങനെ ഭയങ്കരമായ സ്നേഹം കാണിക്കുന്നത്. അല്ലാതെ ഇത്രയും സൗകര്യത്തെ വളർന്ന ദേവിക്ക് ഒരിക്കലും ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്ക് പോലും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ എന്ന് പറയാം. അതൊക്കെ വീട്, മോൾ എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് അപ്പം ശ്രീകല ചോദിക്കും. അത് പിന്നെ അതോ, എനിക്ക് ഉദയഭാനു സാറിൻ്റെ ഒരു സഹായം വേണം. എന്ത് സഹായമാണ് മോക്ക് വേണ്ടത് എന്ന് ശ്രീകല അപ്പം ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഉദയഭാനു ആണെങ്കിൽ ശ്രീകലനെ കണ്ണൂരിട്ട് നോക്കുവാണേ, നിനക്കിത് എന്തിൻ്റെ കേടാ എന്നുള്ള രീതിയിൽ. അത് പിന്നെ എനിക്കും അങ്കിളിനെ പോലെ ഒരു വലിയ ബിസിനസ്സുകാരി ആകണമെന്ന് ആഗ്രഹം. അപ്പോഴത്തേക്കും ഉദയഭാനു ഞെട്ടിപ്പോവാ. ബിസിനസ്സുകാരിയോ? അതെ അങ്കിളെ, എന്തെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങണം, എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്, അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഉദയഭാനു സാറിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ കുടുംബത്തിൽ തന്നെ ഉള്ളപ്പം സാറിൻ്റെ സഹായത്തോടു കൂടി തന്നെ തുടങ്ങണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് പറയാം. അതിപ്പം എന്താ, ഉദയഭാനു സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ ബിസിനസ് രംഗത്തിലേക്ക് വളർന്നു വരണമെന്നാണ് എൻ്റെയും ആഗ്രഹം. എന്തായാലും സുഗന്യയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്ത്. മോളെ, ഒരു ബിസിനസ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മുതൽ മുടക്ക് വേണ്ടേ? അതാ ഞാൻ മോളുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. പിന്നെ എനിക്കറിയത്തില്ല അങ്കിളെ, പുതിയതായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പം എന്തായാലും കുറച്ച് കാശ് ഇറക്കേണ്ടി വരുമെന്ന്. അതിനുള്ള ഡെപ്പോസിറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നേ. അതുകൊണ്ടല്ലേ ഉദയഭാനു സാറിൻ്റെ അടുത്ത് ഇങ്ങനൊരു സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ വന്നത്. എന്നെയും ഉദയഭാനു സാറിൻ്റെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ പാർട്ട്ണറാക്കിയാലും മതി എന്ന് നമ്മുടെ സുകന്യ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സ്ത്രീകൾ പറയും, പിന്നെന്താ, അത് പിന്നെ നല്ലൊരു കാര്യമല്ലേ. ദേവമംഗലത്തെ ഒരു അംഗമായ മോളോട് ഞങ്ങൾ എതിരഭിപ്രായം പറയുന്നു തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ ബിസിനസ് മോളെയും പാർട്ട്ണറാക്കാം. ഇനിയിപ്പം ഉദയേട്ടൻ അതിനുവേണ്ടി പുതിയൊരു ബിസിനസ് വേണമെങ്കിലും തുടങ്ങും അല്ലേ ഉദയേട്ട എന്ന് ചോദിക്കാം. ഉദയഭാനു പറയും, അതെ അതെ, എന്തായാലും ഞങ്ങൾ മോക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറയുവാണ്. എങ്കിൽ പിന്നെ ഇനിയും ഞാൻ വൈകിക്കുന്നില്ല. ഉദയഭാനു സാറിനെ കാണാൻ പറ്റിയല്ലോ, കാര്യം പറയാനും പറ്റി. ഇനിയിപ്പം വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും അതിന് വേണ്ട നടപടികളൊക്കെ മുന്നോട്ടെടുത്തോളാം എന്ന് സുകന്യ പറയാം. ഇനിയും ഞാൻ വൈകിയാൽ ശരിയാവില്ല, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് ഉദയഭാനുവിനോടും ശ്രീകലയോടും യാത്രയൊക്കെ ചോദിച്ചിട്ട് അവൾ ദേവമംഗലത്തേക്ക് മടങ്ങി പോവാണ് കേട്ടോ. അതേസമയം ദേവമംഗലത്ത് നമ്മുടെ ദേവിയാണെങ്കിൽ ഉരുകി തീരാറായി നിൽക്കുക. അപ്പോഴത്തേക്കും ആനന്ദ് പറയും, നമുക്ക് എന്നാൽ വാതിക്കെ പോയി നിൽക്കാം, അപ്പം കാണാലോ സുകന്യ ചേച്ചി വരുന്നത്. സുകന്യ ചേച്ചിയുടെ എക്സ്പ്രഷനിൽ നിന്ന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നൊക്കെ പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് സുകന്യയുടെ വരവും കാത്ത്. ഇതേ സമയം സുകന്യ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉദയഭാനു ശ്രീകലയോട് ദേഷ്യപ്പെടും. എടി, നിനക്കിത് എന്തിൻ്റെ സൂക്കേടാ? വഴിയെ പോകുന്ന വയ്യാവേലിയൊക്കെ എടുത്ത് എൻ്റെ മെക്കിട്ട് ഇടാനായിട്ട് നിനക്ക് എന്താ എൻ്റെ ശ്രീകല? എൻ്റെ ഉദയേട്ടാ, നിങ്ങൾക്ക് കാര്യം ഇതുവരെ മനസ്സിലായില്ലേ? എന്ത് കാര്യം? ആ പോയവളെ നമ്മുടെ ഭാഗ്യം, നമ്മുടെ ഭാഗ്യമോ? ആ ബാലന് 10 ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതില്ല. നീ എന്തൊരു ചോദ്യവാടി? 10 ലക്ഷം പോയിട്ട് 10 രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ലെന്ന് നിനക്കറിയത്തില്ലേ? അവളുടെ കൈ കാശുണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് ഈ അവസരം എന്തായാലും വിനിയോഗിക്കണം. അവളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി എടുത്തിട്ട് അത് ബാലന് കൊടുക്കാം. എടി, ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതും ആണോ എൻ്റെ ശ്രീകലെ എന്നപ്പോൾ ഉദയഭാനു ചോദിക്കും കേട്ടോ. പിന്നെ നടക്കാതെ, അവൾ പറഞ്ഞു കേട്ടില്ലേ അവളെയും ബിസിനസ് പാർട്ട്ണറാക്കണമെന്ന്. ഏതെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് അവളെ നമ്മൾ വിശ്വസിപ്പിക്കണം. അതിന് 10 ലക്ഷം രൂപ മുതൽ മുടക്കുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ കാശ് മേടിച്ചെടുക്കണം എൻ്റെ ഉദയേട്ടാ. അങ്ങനെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എൻ്റെ ശ്രീകലേ, നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? എൻ്റെ കൂടെ നടന്ന് നിനക്കും ഇപ്പം നല്ല കുബുദ്ധി ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കൂടെയല്ലേ എൻ്റെ ജീവിതം, അപ്പോൾ പിന്നെ ഞാനും പഠിക്കുകയല്ലേ ഈ വക കള്ളത്തരങ്ങളൊക്കെ എന്ന് ശ്രീകല ചോദിക്കുക. ഈ ഐഡിയ എന്താ എനിക്ക് നേരത്തെ തോന്നാതിരുന്നത്? പക്ഷെ ശ്രീകല, ദേവി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഉദയഭാനു അപ്പം ചോദിക്കേ. അപ്പോഴത്തേക്ക് ശ്രീകല പറയും, തൽക്കാലം ദേവിയോട് നമ്മളിത് പറയണ്ട. സുകന്യയും പറയാൻ ചാൻസ് ഇല്ല. ദേവി അറിയാതിരിക്കുക നല്ലത്. അല്ല, ഒരിക്കലും ദേവി സമ്മതിക്കാൻ പോകുന്നില്ല. അത് പറഞ്ഞപ്പോഴാണ് ദേവി എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവി എന്നാൽ ഉടനെ തന്നെ അവളെ തിരിച്ചു വിളിക്കുക. സുകന്യ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ എന്തായെന്ന് അറിയാനായിരിക്കും അവൾ വിളിച്ചത് എന്ന് ശ്രീകല അപ്പോൾ ഉദയഭാനുവിനോട് പറയാണ് കേട്ടോ. അതേസമയം സുകന്യ ഓട്ടോയിൽ വന്ന് ദേവമംഗലത്ത് ഇറങ്ങുമ്പം തന്നെ ആനന്ദും ദേവി അവളെ കാണുക. സുകന്യേച്ചി വന്നു, ഇപ്പം തന്നെ എല്ലാ സത്യങ്ങളും വിളിച്ചിവിടെ പറയും. നീ ഒന്ന് സമാധാനപ്പെട എൻ്റെ ദേവി. ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കും. എനിക്കിപ്പോൾ പ്രധാനം നമ്മുടെ കുഞ്ഞ എന്ന് ആനന്ദ് പറയൂ കേട്ടോ. അപ്പോൾ സുകന്യ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു കുഴപ്പമില്ലാതെ നടന്നു വരികയാണ് കേട്ടോ. അതായത് ദേഷ്യമോ അങ്ങനത്തെ പുച്ഛമോ അങ്ങനെയൊന്നുമില്ല, സാധാരണ പോലെ തന്നെ വരിക. അത് കാണുമ്പോഴത്തേക്കും ആനന്ദാണെങ്കിൽ പറയും, ഇവർ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇവരുടെ മുഖഭാവത്തിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ദേവി പറയും, സുകന്യ ചേച്ചിയുടെ സ്വഭാവം
ചിലപ്പോഴേ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ആനന്ദേട്ടാ. എപ്പോൾ വേണേലും എന്ത് വേണേലും അവർ വിളിച്ചു പറയും. അതുകൊണ്ട് ചിലപ്പം പുറമേ നമുക്കൊന്നും മനസ്സിലാക്കണമെന്നില്ല. ചിലപ്പോൾ അകത്ത് വന്ന് ബാലച്ചനോടും അമ്മയോടും പറയാനായിരിക്കും എന്ന് ദേവി പറയൂ കേട്ടോ. അതേസമയം ദേവിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സുകന്യയുടെ അടുത്തേക്ക് വേഗം ചെല്ലുക. അല്ല സുകന്യ ചേച്ചിയോ എന്നിങ്ങനെ ചോദിക്കുക. ആ ദേവി, ഞാൻ നിൻ്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് അതെയോ, എന്നിട്ടോ എന്ന് പെട്ടെന്ന് പേടിച്ച് പറിച്ച് ദേവി ചോദിക്കുക. എന്നിട്ട് എന്തുണ്ടാവാൻ, നിൻ്റെ അമ്മേനെ അച്ഛനെ ഒക്കെ ഞാൻ കണ്ടു. എന്ത് നല്ല മനുഷ്യരാ. നിൻ്റെ വീടൊക്കെ ഞാൻ കണ്ടു കേട്ടോ. എന്ത് സൗകര്യമുള്ള വീടാ. അത്രയും വലിയ വീട് ജീവിച്ച നീ ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അത്രയും സൗകര്യങ്ങളിലൊക്കെയല്ലേ നീ വളർന്നു വന്നത്. എന്നിട്ട് ഈ വീട്ടിൽ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? പിന്നെ സ്നേഹമാണല്ലോ ഏറ്റവും വലുത് എന്നൊക്കെ ഇങ്ങനെ സുകന്യ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആനന്ദ് ദേവിയോട് ചോദിക്കും, ഇവർ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേക്കും ദേവിയുടെ കയ്യിലെ ഫോണിലേക്ക് ഉദയഭാനുവിൻ്റെ കോൾ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ ആനന്ദേട്ടാ എന്ന്. അപ്പം പെട്ടെന്ന് ദേവിയും പറയണേ, അല്ല ദേവി, നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. അത് അച്ഛനാ എന്ന് സുകന്യയോട്. അപ്പം ദേവി പറയും, അതെയോ ഉദയഭാനു സാറല്ലേ, എന്ത് നല്ല മനുഷ്യനാ. ദേവിയുടെ അമ്മയും അച്ഛനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്രയും വലിയ കോടീശ്വരാന്നുള്ള ഒരു അഹങ്കാരവും അവർക്കില്ല എന്ന് പറഞ്ഞ് സുകന്യ റൂമിലോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ദേവിക്ക് ഒന്ന് ആശ്വാസമാകുന്നത്. പെട്ടെന്ന് തന്നെ ഉദയഭാനുവിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുക. അച്ഛൻ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? അവിടെ എന്തായെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത് എന്ന് ചോദിക്കുക. ഇവിടെ ഒന്നും ആയില്ല, ഭാഗ്യത്തിന് സുകന്യ ഇങ്ങോട്ട് വന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് പണക്കാരായിട്ട് അഭിനയിച്ച് നിൽക്കാൻ പറ്റി എന്ന് പറയാം. ഇപ്പോഴാണ് സമാധാനമായത്. ഞാൻ ഇന്നത്തോടുകൂടി എല്ലാ കള്ളത്തരങ്ങളും പൊളിയൂന്നാണ് കരുതിയത്. സുകന്യ ചേച്ചി ഇവിടെയുള്ള മറ്റുള്ളവരെ പോലല്ല. എന്തെങ്കിലും സംശയം തോന്നിയാലേ അവരെ അസ്ഥിവാരം വരെ തോണ്ടിയെടുക്കും. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. അച്ഛനാണെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും അച്ഛനെ സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. സുകന്യ ചേച്ചി അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള സത്യം എന്ന് പറയാം. അതൊന്നും സാരമില്ല, നിൻ്റെ അമ്മയും ഞാനും കൂടി എല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. നീ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട എൻ്റെ ദേവി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.